യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം. എന്നാൽ മതിൽ പണിതു തീർത്തു, കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവർ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതകടച്ച് അന്താഴം ഇടിവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തരെ താൻ തൻ്റെ കാവൽ സ്ഥലത്തും താൻ തൻ്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്തു ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നതുമില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടി വരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിലെഴുതിക്കേണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരൂശലേമിലേക്കും യെഹൂദയിലേക്കും താൻ തൻ്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ. ഇവർ സെരുബ്ബാബേൽ, യെശുവ, നെഹമ്യാവ്, അസര്യാവ്, രയമ്യാവ്, നഹമാനി, മർദ്ദേഖായി, ബിൽഷാൻ, മിസ്പരേത്ത്, ബിഗ്വായി, നെഹു, ബയന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്. പാരോഷിൻ്റെ മക്കൾ 2172, ശെഫത്യാവിൻ്റെ മക്കൾ 372, ആരഹിൻ്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിൻ്റെ മക്കളിൽ പഹത്ത് മോവാബിൻ്റെ മക്കൾ 2918, ഏലാമിൻ്റെ മക്കൾ 1254, സദ്ദൂവിൻ്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അസ്ഗാദിൻ്റെ മക്കൾ 2322, അദോനിക്കാമിൻ്റെ മക്കൾ 667, ബിഗ്വായുടെ മക്കൾ 2067, ആദീൻ്റെ മക്കൾ 655, ഹിസ്കിയാവിൻ്റെ സന്തതിയായ ആദേരിൻ്റെ മക്കൾ 98, ആശൂമിൻ്റെ മക്കൾ 328, പേസായിയുടെ മക്കൾ 324, ഹാരിഫിൻ്റെ മക്കൾ 112, ഗിബെയോന്യർ 95, ബത്ലഹേമ്യരും നെതോഫാത്യരും കൂടെ 188, അനാഥോത്യർ 128, ബേത്ത് അസ്മാവേത്യർ 42, കിര്യത്ത് യയാരീം, കെഫീര, ബെയേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേവക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബദേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോവിൽ നിവാസികളിൽ 52, മറ്റേ ഏലാമിലെ നിവാസികൾ 1254, ഹാരീമിൻ്റെ മക്കൾ 320, എരിഹോ നിവാസികൾ 345, ലോദിലെയും ഹാദീദിലെയും ഓനേവിലെയും നിവാസികൾ 721, സെനയ നിവാസികൾ 3930, പുരോഹിതന്മാർ യേശുവയുടെ ഗൃഹത്തിലെ യെദയാവിൻ്റെ മക്കൾ 973, ഇമ്മേരിൻ്റെ മക്കൾ 1052, പശൂരിൻ്റെ മക്കൾ 1247, ഹാരിമിൻ്റെ മക്കൾ 1017, ലേവ്യർ ഹോദേവയുടെ മക്കളിൽ കദ്മിയലിൻ്റെ മകനായ യേശുവയുടെ മകൻ 74, സംഗീതക്കാർ ആസാഫ്യർ 148, വാതിൽ കാവൽക്കാർ ഷല്ലൂമിൻ്റെ മക്കൾ, ആദേരിൻ്റെ മക്കൾ, തൽമോൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദായുടെ മക്കൾ, ശോബായിയുടെ മക്കൾ ആകെ 138, ദേവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബയോത്തിൻ്റെ മക്കൾ, കോരസിൻ്റെ മക്കൾ, സീയായുടെ മക്കൾ, പാദോൻ്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, തൽമായുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ഗാഹരിൻ്റെ മക്കൾ, രയയാവിൻ്റെ മക്കൾ, രസീൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിൻ്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസഹയുടെ മക്കൾ, ബേസായുടെ മക്കൾ, മെയൂന്യരുടെ മക്കൾ, നെഫീത്യരുടെ മക്കൾ, ബഗ്ബൂക്കിൻ്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിൻ്റെ മക്കൾ, ബസ്ലീത്തിൻ്റെ മക്കൾ, മെഹിദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിൻ്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമഹിൻ്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോൻ്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫരേത്തിൻ്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ശെഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിൻ്റെ മക്കൾ, പോഗരേത്ത് സബായിമിൻ്റെ മക്കൾ, ആമോൻ്റെ മക്കൾ, ദേവാലയദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളുമാകെ 392, തേൽമേലഹ്, തേൽഹർഷ, കെരൂബ്,
അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രായേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പ്രതിഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കളാകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ ഗിലെയാദ്യനായ ബെർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തെ വിവാഹം കഴിച്ചു. അവളുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബെർസില്ലായിയുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു, കണ്ടില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരം നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊരീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പ്രതിഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പ്രതിഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു.